വേക്കപ്പ് ലൈക്ക് എ വിന്നർ. വേക്കപ്പ് ലൈക്ക് എ വിന്നർ എന്ന ഈ പുസ്തകം നിങ്ങളുടെ പ്രഭാതങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുകയും അതുവഴി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു പ്രായോഗിക വഴികാട്ടിയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന വേളയാണ് പ്രഭാതം. നിശബ്ദതയുടെ കാവൽക്കാരനായ രാത്രിക്ക് ശേഷം ഭൂമിയിലേക്ക് സൂര്യന്റെ പൊൻവെളിച്ചം പരക്കുന്ന ഈ സമയം പ്രകൃതിക്ക് തന്നെ ഒരു പുതിയ ഉണർവാണ് സമ്മാനിക്കുന്നത്. കിളികളുടെ നാദവും പൂക്കളുടെ പുഞ്ചിരിയും നിറഞ്ഞ പ്രഭാതം ഓരോ ജീവജാലത്തിലും പുതിയൊരു തുടക്കത്തിന്റെ സന്ദേശം നൽകുന്നു. ഈ മനോഹരമായ വേളയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരാളുടെ ഒരു ദിവസത്തിന്റെ വിജയവും സന്തോഷവും പകുതിയോളം ഉറപ്പിക്കാൻ സാധിക്കും. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പ്രഭാത ദിനചര്യകൾ വളരെ നിർണായകമാണ്. പുലർച്ചെ എഴുന്നേൽക്കുന്നതും ശുദ്ധവായു ശ്വസിക്കുന്നതും ശരീരത്തിന് ഉന്മേഷവും രക്തയോട്ടവും വർദ്ധിപ്പിക്കുന്നു. വ്യായാമം, യോഗ, ധ്യാനം, നടത്തം എന്നിവയ്ക്കായി പ്രഭാതം തിരഞ്ഞെടുക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കും. തിരക്കുകളില്ലാത്ത ഈ അന്തരീക്ഷത്തിൽ ശരീരത്തിന് നൽകുന്ന ഊർജം ദിവസം മുഴുവൻ ഉത്പാദനക്ഷമതയോടെ പ്രവർത്തിക്കാൻ നമ്മെ സജ്ജമാക്കുന്നു. പഠനത്തിലും ജോലിയിലും വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഭാത സമയം ഏറ്റവും അനുയോജ്യമാണ്. തലച്ചോർ ഏറ്റവും സജീവമായിരിക്കുന്ന ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ അത്യധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടാനും കഠിനമായ ആശയങ്ങൾ ഗ്രഹിക്കാനും പ്രഭാതത്തിലെ ശാന്തമായ അന്തരീക്ഷം ഏറെ സഹായകരമാണ്. അന്നത്തെ ദിവസത്തെ പ്രധാന കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും മുൻഗണനകൾ നിശ്ചയിക്കാനും ഈ സമയം മികച്ചൊരവസരമാണ് നൽകുന്നത്. ചുരുക്കത്തിൽ പ്രഭാതം എന്നത് വെറുമൊരു സമയമല്ല, മറിച്ച് അനന്ത സാധ്യതകളുടെ വാതിലാണ്. അലസത വെടിഞ്ഞ് പ്രഭാതത്തെ സ്വാഗതം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഓരോ ദിവസവും പുതിയൊരു അവസരമായി കാണാനും പോസിറ്റീവ് ഊർജത്തോടെ മുന്നോട്ടു പോകാനും പ്രഭാതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനവും പ്രതീക്ഷയും നിറഞ്ഞ ഒരു പ്രഭാതം ഏത് മനുഷ്യനെയും ഊർജ്ജസ്വലനാക്കി മാറ്റാൻ പര്യാപ്തമാണ്. ജീവിത വിജയം യാദൃച്ഛികമല്ല, അത് നാം അനുവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളുടെയും അച്ചടക്കത്തിന്റെയും പ്രതിഫലനമാണ്. ഓരോ ദിവസവും നാം എങ്ങനെ ആരംഭിക്കുന്നു എന്നത് ആ ദിവസത്തിന്റെ മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതത്തിന്റെയും ഗതിയെ നിർണയിക്കുന്നതിൽ വലിയൊരു പങ്കു വഹിക്കുന്നുണ്ട്. ഉറക്കമുണരുമ്പോൾ നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്തകൾക്കും വലിയ ശക്തിയുണ്ട്. വലിയ വിജയങ്ങൾ നേടിയവരെല്ലാം തങ്ങളുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് വളരെ കൃത്യമായ ഒരു മാനസിക ഒരുക്കത്തോടെയാണ്. ഇവിടെയാണ് ദിനാരംഭത്തിന്റെ മനഃശാസ്ത്രം പ്രസക്തമാകുന്നത്. അധ്യായം 1: ദ സൈക്കോളജി ഓഫ് എ വിന്നിംഗ് മോർണിംഗ്. അലാം മുഴങ്ങുമ്പോൾ ഫോൺ എടുത്ത് മാറ്റിവെക്കുന്നതോ അതോ സ്നൂസ് ബട്ടൺ അമർത്തി വീണ്ടും കിടന്നുറങ്ങുന്നതോ നമ്മുടെ ജീവിതശീലങ്ങളുടെ ചെറിയൊരു ഭാഗമായിട്ടാകാം നമ്മൾ കാണുന്നത്. എന്നാൽ അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഈ ആദ്യ അധ്യായത്തിൽ ഒരു വിജയിയെപ്പോലെ ഉറക്കമുണരാൻ നമ്മുടെ മനസ്സിനെ എങ്ങനെ സജ്ജമാക്കാമെന്നും പുലർക്കാലത്തെ ചിന്തകൾ എങ്ങനെ നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുന്നു എന്നും നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. രാവിലെ അലാം അടിക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. സുഖകരമായ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നെഴുന്നേൽക്കുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നും. മടിയും ക്ഷീണവും അല്പം കൂടി കിടന്നുറങ്ങാനുള്ള ആഗ്രഹവും നമ്മെ പിടിച്ചു നിർത്താൻ നോക്കും. ആ നിമിഷങ്ങളിലാണ് നമ്മുടെ ആദ്യത്തെ വിജയം അല്ലെങ്കിൽ പരാജയം നടക്കുന്നത്. ഫോണിലെ അലാം സ്നൂസ് ചെയ്ത് 10-15 മിനിറ്റ് കൂടി കിടക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ നുണ പറയുകയാണ്. നേരത്തെ എഴുന്നേൽക്കാം എന്ന നമ്മുടെ തീരുമാനത്തെ നമ്മൾ തന്നെ അട്ടിമറിക്കുന്നു. നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മൾ തന്നെ വില നൽകുന്നില്ല. ആ കുറഞ്ഞ സമയം കൊണ്ട് ഉറക്കം പൂർണ്ണമാകില്ല എന്ന് മാത്രമല്ല, പിന്നീട് സമയമില്ലാതെ തിരക്കുകൂട്ടി പതറിപ്പോകേണ്ടി വരുന്നു. ഇത് നമ്മുടെ മനസ്സിൽ ഒരുതരം ഉത്കണ്ഠയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. എന്നാൽ അലാം അടിച്ച ഉടനെ തന്നെ എഴുന്നേൽക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ദിവസത്തിലെ ആദ്യത്തെ യുദ്ധത്തിൽ വിജയിക്കുകയാണ്. ഈ ആദ്യത്തെ തീരുമാനം നമ്മുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ഉയർത്തും. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു സന്ദേശം ഇത് നമ്മുടെ മസ്തിഷ്കത്തിന് നൽകും. രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു വിജയം അന്നേ ദിവസം മുഴുവൻ നമ്മെ ഊർജ്ജസ്വലരായി നിലനിർത്താൻ സഹായിക്കും.
പ്രഭാതത്തിലെ ആദ്യ ചിന്തകളുടെ ശക്തി. നമ്മൾ ഉറക്കമുണർന്ന് കണ്ണു തുറക്കുമ്പോൾ തലച്ചോറിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിന്തകൾ വളരെ നിർണായകമാണ്. ചിലർക്ക് കണ്ണു തുറക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസത്തെ ജോലികളെക്കുറിച്ചുള്ള ടെൻഷൻ ആയിരിക്കും. അയ്യോ, ഇന്ന് ഇത്രയും കാര്യങ്ങൾ തീർക്കാനുണ്ടല്ലോ എന്നോ, എനിക്ക് ഇന്നലെ ആ കാര്യം ശരിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോ ഉള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മെ തളർത്താം. എന്നാൽ ഒരു വിജയിയുടെ മനസ്സ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവർ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ കൃതജ്ഞതയോടെയാണ് ദിവസത്തെ വരവേൽക്കുന്നത്. പുതിയൊരു ദിവസം കൂടി ജീവിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഇന്നത്തെ ദിവസത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനുമുള്ള അവസരത്തെക്കുറിച്ചുള്ള ആവേശവും അതൊക്കെയാണ് അവരുടെ മനസ്സിലുണ്ടാകുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ എടുത്തു നോക്കുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾ കാണുന്നതോ നമ്മുടെ മനസ്സിനെ തുടക്കത്തിലെ മലിനമാക്കും. അതിനു പകരം കുറച്ചു സമയം നിശബ്ദമായി ഇരുന്ന് ഇന്നത്തെ ദിവസം നന്നായിരിക്കും എന്നൊരു ഉറപ്പ് മനസ്സിന് നൽകുക. അതിന് സഹായകമായ ലളിതമായ ചില പ്രവർത്തനങ്ങളുണ്ട്. വിക്ടറി മൈൻഡ് സെറ്റ് അഥവാ വിജയിയുടെ മാനസികാവസ്ഥ. എന്താണ് യഥാർത്ഥത്തിൽ ഒരു വിക്ടറി മൈൻഡ് സെറ്റ്? അത് വലിയ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നതല്ല, മറിച്ച് ചെറിയ കാര്യങ്ങളിൽ പോലും അച്ചടക്കം പാലിക്കുന്നതാണ്. പുലർച്ചെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക എന്നത് ആ അച്ചടക്കത്തിന്റെ ആദ്യപടിയാണ്. മിക്ക ആളുകളും വിജയം എന്നത് വലിയ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതാണ് എന്ന് കരുതുന്നു. എന്നാൽ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നവർ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അവരുടെ ചെറിയ പ്രഭാതശീലങ്ങളിലൂടെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അലസതയെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് അന്നേ ദിവസത്തെ ഏത് വലിയ പ്രതിസന്ധിയെയും നേരിടാനുള്ള മാനസിക കരുത്ത് ലഭിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോർ നമ്മെ എപ്പോഴും കംഫർട്ട് സോണിൽ നിർത്താൻ നോക്കും. കഷ്ടപ്പെടാതെ സുഖമായിരിക്കാനാണ് അത് നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ വിജയികൾ ഈ കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കാൻ തയ്യാറാകുന്നവരാണ്. രാവിലെ കിടക്കയിൽ തന്നെ ചുരുണ്ടുകൂടി കിടക്കാൻ തോന്നുന്ന മാനസിക അവസ്ഥയെ മറികടന്ന് ഉഷാറോടെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം കഠിനാധ്വാനത്തിന് തയ്യാറെടുക്കുന്നു. ഇത് നമ്മുടെ ഇച്ഛാശക്തിയെ, വിൽപവറിനെ ദിവസാവസാനം വരെ നിലനിർത്താൻ സഹായിക്കും. ലക്ഷ്യബോധമില്ലാത്ത ഉണർന്നെണീക്കലും വിപരീത ഫലങ്ങളും. ചില ആളുകൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, പക്ഷെ എന്തിനാണ് എഴുന്നേറ്റത് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഉണ്ടാകില്ല. വെറുതെ സമയം കളയാനായി നേരത്തെ ഉണർന്നിട്ട് കാര്യമില്ല. ഒരു വിജയിയുടെ പുലരിക്ക് പിന്നിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത്? നമ്മൾ എന്താണ് ഇന്ന് നേടാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ കൃത്യമായ ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ ആ പുലരി അർത്ഥവത്താകൂ. ലക്ഷ്യബോധമില്ലാതെ ഉണരുമ്പോൾ കുറെ സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ അലസതയിലേക്ക് വഴുതി വീഴും. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ അടുത്ത ദിവസത്തെക്കുറിച്ച് ചെറിയൊരു രൂപരേഖ മനസ്സിൽ തയ്യാറാക്കണം. നാളെ രാവിലെ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന വ്യക്തതയോടെ ഉറങ്ങാൻ കിടക്കുന്ന ഒരാൾക്ക് രാവിലെ ഉണരുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു കാന്തിക ആകർഷണം ലഭിക്കും. ആ ആവേശം നമ്മെ തനിയെ എഴുന്നേൽപ്പിക്കും. അതിനായി പ്രത്യേക അലാമിന്റെ പോലും ആവശ്യം വരില്ല. പോസിറ്റീവ് എനർജിയും പുലർകാല അന്തരീക്ഷവും. പുലർച്ചെയുള്ള സമയത്തിന് പ്രത്യേകമായൊരു ശാന്തതയും ഊർജവുമുണ്ട്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ നിശബ്ദതയിൽ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ സാധിക്കും. ഈ സമയം മനസ്സ് വളരെ ശാന്തമായിരിക്കും. ഈ ശാന്തതയെ നമ്മുടെ മാനസിക വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്താം. രാവിലെ കണ്ണു തുറന്നയുടൻ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ശുദ്ധവായു എത്തുന്ന രീതിയിൽ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. നമ്മുടെ ചുറ്റും ഉള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ഇന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ മാനസിക ചിത്രം തയ്യാറാക്കുക. ഈ ചെറിയ മാനസിക പരിശീലനം നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കുകയും സന്തോഷം നൽകുന്ന ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. പുലർച്ചെ ലഭിക്കുന്ന ഈ പോസിറ്റീവ് എനർജി പിന്നീട് വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് ഒരു കവചം പോലെ പ്രവർത്തിക്കും. ശീലങ്ങളുടെ മാറ്റവും പുതിയ തുടക്കവും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങളുടെ ആകെത്തുകയാണ്. നമ്മൾ എന്താണോ ആവർത്തിച്ചു ചെയ്യുന്നത് അതാണ് നമ്മൾ. വർഷങ്ങളായി രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ശീലം പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, പുതിയൊരു ശീലം നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ ഉണ്ടാക്കാൻ കുറഞ്ഞത് കുറച്ചു ദിവസങ്ങളെങ്കിലും എടുക്കും.
ആദ്യത്തെ 1-2 ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ശരീരം വേദനിക്കുകയോ ക്ഷീണം തോന്നുകയോ ചെയ്യാം. എന്നാൽ ആ പ്രയാസങ്ങളെല്ലാം പ്രകൃതിയുടെ ഒരു സ്വാഭാവിക മാറ്റം മാത്രമായി കണ്ട് മുന്നോട്ടു പോകണം. നിങ്ങൾ വിജയിക്കാനായി ജനിച്ചവനാണ്. ആ വിജയം നിങ്ങളുടെ ഉറക്കമുണരലിൽ നിന്ന് തന്നെ തുടങ്ങണം. രാവിലെ അലാം അടിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് ഒരു വിജയിയെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് എഴുന്നേൽക്കുക. ഇന്നത്തെ ദിവസം എന്റേതാണ്, ഞാൻ വിജയം കൈവരിക്കാൻ പോവുകയാണ് എന്ന ശക്തമായ ചിന്തയോടെ നിങ്ങളുടെ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുക. ഈ മാനസികമായ ഒരുക്കം തന്നെയാണ് ഏതൊരു വലിയ വിജയത്തിന്റെയും അടിസ്ഥാനശില. അധ്യായം 2. ശരീരത്തെയും മനസ്സിനെയും ഉണർത്തുന്ന ശീലങ്ങൾ. ബോഡി ആൻഡ് മൈൻഡ് ആക്ടിവേഷൻ റിച്വൽസ്. വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രഭാതം കേവലം മാനസികമായ ഒരുക്കത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ശാരീരികമായ ഉന്മേഷത്തോടും മാനസികമായ ഏകാഗ്രതയോടും കൂടി മുന്നോട്ടു പോകുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. ശരീരം സുരക്ഷിതമായാൽ മനസ്സ് സ്വതന്ത്രമാകും എന്ന തത്വമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. മനസ്സും ശരീരവും രണ്ടല്ല, ഒന്ന് മറ്റൊന്നിന്റെ പ്രതിഫലനമാണ്. ശരീരം തളർന്നു നിൽക്കുമ്പോൾ മനസ്സിന് ഉണർവുണ്ടാകില്ല. അതുപോലെ മനസ്സ് അസ്വസ്ഥമായാൽ ശരീരം മടിയുള്ളതായി മാറും. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലെ അടുത്ത ഘട്ടം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഉണർത്തുന്ന പ്രത്യേക ശീലങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ്. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ നമ്മുടെ ശരീരം ഒരു മരവിച്ച അവസ്ഥയിലായിരിക്കും. മണിക്കൂറുകളോളം വിശ്രമിച്ച ശരീരത്തിലെ രക്തയോട്ടം വളരെ മന്ദഗതിയിലായിരിക്കും. ഈ അവസ്ഥയിൽ പെട്ടെന്ന് ജോലികളിലേക്ക് കടക്കുമ്പോൾ ശരീരം വേഗത്തിൽ ക്ഷീണിച്ചു പോകുന്നു. ഇതിനെ മാറ്റിയെടുക്കാനും പുതിയൊരു ദിവസത്തെ വെല്ലുവിളികളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കാനും ചില ശാരീരിക ശീലങ്ങൾ അത്യാവശ്യമാണ്. ശരീരത്തിന് ഉണർവ് നൽകുന്ന പ്രഭാത വ്യായാമങ്ങൾ. രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജനും രക്തവും എത്തുന്നു. ഇത് ശരീരത്തിന് ഉണർവ് നൽകുന്നതോടൊപ്പം എൻഡോർഫിൻ അഥവാ ഹാപ്പി ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പോസിറ്റീവ് എനർജി ദിവസം മുഴുവൻ നമ്മെ സന്തോഷത്തോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്താൻ സഹായിക്കും. കഠിനമായ ജിം വർക്കൗട്ടുകൾ വേണം എന്നില്ല. പ്രകൃതിയോട് ചേർന്നു നിന്നുകൊണ്ടുള്ള ഒരു പ്രഭാത നടത്തം, ലഘുവായ യോഗാസനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ലളിതമായ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ എന്നിവ ധാരാളമാണ്. വെറും 10-15 മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചാൽ പോലും അത് ശരീരത്തിന്റെ വഴക്കം കൂട്ടുകയും മടി പൂർണ്ണമായി മാറ്റുകയും ചെയ്യും. എന്നാൽ ശാരീരിക ഉണർവ് മാത്രം പോരാ. മനസ്സിനെ ശാന്തമാക്കുന്നതും ഏകാഗ്രത നൽകുന്നതുമായ ചില പരിശീലനങ്ങൾ കൂടി പ്രഭാതത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിതത്തിൽ നമ്മുടെ പലരുടെയും മനസ്സ് 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മൈൻഡ്ഫുൾനെസ് അഥവാ ബോധപൂർവമുള്ള മനസ്സിന്റെ ഏകാഗ്രത. മനസ്സിനെ ശാന്തമാക്കുന്ന ശ്വസന വ്യായാമങ്ങളും ധ്യാനവും. രാവിലെ വെറും 5 മിനിറ്റ് കണ്ണടച്ച് ശാന്തമായി ഇരിക്കുക എന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെ പൂർണ്ണമായും ശാന്തമാക്കും. ദീർഘമായി ശ്വാസമെടുത്ത് മെല്ലെ പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും അനാവശ്യമായ ഉത്കണ്ഠകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. മനസ്സിനെ വർത്തമാനകാലത്തിൽ നിർത്താൻ ധ്യാനം സഹായിക്കുന്നു. വരുന്ന ചിന്തകളെ ഒരു നിരീക്ഷകനെ പോലെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ചിന്താശേഷി മൂർച്ചയേറിയതായി മാറുന്നു. ഇതിനു പുറമെ നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് പ്രകൃതിയോടോ ചുറ്റുമുള്ളവരോടോ നന്ദി പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ശീലം നമ്മുടെ മാനസികാവസ്ഥയെ തികച്ചും പോസിറ്റീവായ ഒരു തലത്തിലേക്ക് ഉയർത്തും. പ്രഭാതത്തിലെ അരമണിക്കൂർ വായന മനസ്സിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഊർജ സ്രോതസ്സാണ്. രാത്രിയുടെ ശാന്തത വിട്ടൊഴിയാത്ത പുലർച്ചെയുള്ള ഈ സമയത്ത് പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ തലച്ചോർ പുതിയ അറിവുകളെ സ്വാഗതം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ അവസ്ഥയിലായിരിക്കും. തിരക്കുകളോ ഫോൺ കോളുകളുടെ ശല്യങ്ങളോ ഇല്ലാത്ത ഈ വേളയിൽ ഏകാഗ്രതയോടെ വായിക്കുന്നത് വരികളുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങാനും അറിവുകൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും ഏറെ സഹായകരമാണ്. ദിവസത്തിന്റെ തുടക്കത്തിൽ നല്ലൊരു പുസ്തകത്തിലൂടെ ലഭിക്കുന്ന ഈ വായനാശീലം ക്രിയാത്മക ചിന്തകൾ വളർത്താനും ആത്മവിശ്വാസം കൂട്ടാനും ദിവസം മുഴുവൻ പോസിറ്റീവ് ഊർജത്തോടെ മുന്നോട്ടു പോകാനും നമ്മെ സഹായിക്കും. ഇതോടൊപ്പം ഏറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം.
രാത്രിയിലെ നീണ്ട ഉറക്കത്തിന് ശേഷം ശരീരത്തിന് ആവശ്യമായ ഇന്ധനം നൽകുന്നത് പ്രഭാത ഭക്ഷണമാണ്. കാർ ഓടാൻ പെട്രോൾ വേണ്ടതുപോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ മികച്ച പോഷകാഹാരം ആവശ്യമാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും സഹായിക്കും. മൈദയും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പ്രോട്ടീനും നാരുകളും നിറഞ്ഞ ആരോഗ്യകരമായ ആഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത ഇരട്ടിയാക്കും. ഒരു വിജയിയുടെ പ്രഭാതം എന്നത് പെട്ടെന്നുണ്ടാക്കിയെടുത്ത ഒരു ശീലമല്ല, അതൊരു ജീവിത രീതിയാണ്. ശരീരത്തിന് വ്യായാമവും മനസ്സിന് ശാന്തതയും വയറിന് ആരോഗ്യകരമായ ഭക്ഷണവും നൽകിക്കൊണ്ട് നിങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോൾ പുറം ലോകത്തെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നിങ്ങൾ മാനസികമായും ശാരീരികമായും പൂർണ്ണ സജ്ജനാകുന്നു. നാളെ മുതൽ തന്നെ ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ പ്രഭാതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. ആ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സമ്മാനിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. അധ്യായം 3. ദിവസത്തെ കൃത്യമായി പ്ലാൻ ചെയ്യാം. ദ മാസ്റ്റർ ബ്ലൂ പ്രിന്റ് ഓഫ് ദ ഡേ. ശരീരവും മനസ്സും ഉണർന്നു കഴിഞ്ഞാൽ അടുത്തതായി നാം ചെയ്യേണ്ടത് അന്നത്തെ ദിവസത്തെ കൃത്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യുക എന്നതാണ്. ജീവിതത്തിൽ വിജയം വരിച്ച പ്രമുഖരെല്ലാം തങ്ങളുടെ ദിവസങ്ങൾ യാദൃച്ഛികതയ്ക്ക് വിട്ടുകൊടുക്കാത്തവരാണ്. മറിച്ച് അവർ ഓരോ ദിവസവും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരാണ്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ ലക്ഷ്യമില്ലാതെ ഒഴുകുന്ന കപ്പൽ പോലെയാണ്. അത് എവിടെയും എത്തിച്ചേരില്ല. ഇവിടെയാണ് ദിവസത്തെ മാസ്റ്റർ ബ്ലൂ പ്രിന്റ് അഥവാ കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. രാവിലെ ഉണർന്ന് ഉന്മേഷം നേടിയ ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് ജോലികളുടെ വലിയൊരു കൂമ്പാരം തന്നെ വന്നു ചേരാം. എന്തു ചെയ്യണം, എവിടെ തുടങ്ങണം എന്നറിയാതെ പതറിപ്പോകുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് നമ്മൾ ദിവസത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടത്. കാര്യങ്ങളെല്ലാം കൃത്യമായി അടുക്കി വെക്കുമ്പോൾ നമ്മുടെ സമയം ലാഭിക്കപ്പെടുക മാത്രമല്ല, ഉത്പാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രാധാന്യവും അടിയന്തിരതയും തിരിച്ചറിയുന്ന മുൻഗണന, പ്രയോറിറ്റൈസേഷൻ. നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ സമയവും പരിമിതമാണ്. എന്നാൽ നമുക്ക് ചെയ്യാനുള്ള ജോലികളോ അനവധിയാണ്. ഇവിടെയാണ് മുൻഗണന നിശ്ചയിക്കുക, പ്രയോറിറ്റൈസേഷൻ എന്ന കഴിവ് പ്രയോജനപ്പെടുന്നത്. എല്ലാ ജോലികളും ഒരുപോലെ പ്രാധാന്യമുള്ളവയല്ല. ചിലത് ഉടൻ ചെയ്യേണ്ടവയായിരിക്കും, മറ്റു ചിലത് പിന്നീട് ചെയ്താലും കുഴപ്പമില്ലാത്തവയായിരിക്കും. പ്രസിദ്ധമായ ഐസൻഹോവർ മാട്രിക്സ് പോലെ ലളിതമായ വഴികൾ ഉപയോഗിച്ച് അടിയന്തിരവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ ഏവ എന്ന് വേർതിരിച്ചറിയണം. അടിയന്തര പ്രാധാന്യമുള്ള ജോലികളെയും പ്രധാനപ്പെട്ട ജോലികളെയും വേർതിരിച്ചു കാണാനും സമയത്തെ കൃത്യമായി വിഭജിച്ച് കാര്യക്ഷമതയോടെ ചെയ്യാനും സഹായിക്കുന്ന ഒരു ടൈം മാനേജ്മെന്റ് ഉപകരണമാണ് ഐസൻഹോവർ മാട്രിക്സ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഐസൻഹോവറുടെ ആശയങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഈ സംവിധാനം ജോലികളെ അടിയന്തിരവും പ്രധാനപ്പെട്ടതും, അടിയന്തരമല്ലാത്തത് എന്നാൽ പ്രധാനപ്പെട്ടത്, അടിയന്തരമായത് എന്നാൽ പ്രധാനമല്ലാത്തത്, അടിയന്തരമല്ലാത്തതും പ്രധാനമല്ലാത്തതുമായത് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിക്കുന്നു. ഇതുവഴി ഒരാൾക്ക് തങ്ങളുടെ ചുമതലകളിൽ ഏതിനു മുൻഗണന നൽകണം എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ മാട്രിക്സ് ഉപയോഗിക്കുന്നതിലൂടെ പ്രധാനപ്പെട്ടതും എന്നാൽ അടിയന്തരമല്ലാത്തതുമായ ദീർഘകാല ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. ഒരേ സമയം എല്ലാ ജോലികളും ചെയ്ത് തളർന്നു പോകുന്നതിനു പകരം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും ഡെലഗേറ്റ് ചെയ്യാനും താത്കാലികമായി മാറ്റിവെക്കാനും ഷെഡ്യൂൾ ചെയ്യാനും ഒഴിവാക്കാനും എലിമിനേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. ചുരുക്കത്തിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സമയം പാഴാക്കാതെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് ഐസൻഹോവർ മാട്രിക്സ്. രാവിലെ തന്നെ അന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക്സ് എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ദിവസത്തിന്റെ പകുതി വിജയം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ശാസ്ത്രീയ വഴികൾ. പലരും വെറുതെ ഓർമ്മയിൽ വെച്ചോ ചെറിയ പേപ്പർ കഷ്ണങ്ങളിലോ ഒക്കെയാണ് തങ്ങളുടെ ജോലികൾ എഴുതി വെക്കുന്നത്. എന്നാൽ അത് ശാസ്ത്രീയമായ ഒരു ടു ഡു ലിസ്റ്റ് അല്ല. ഒരു മികച്ച ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ പ്രഭാതത്തിൽ വ്യായാമത്തിന് ശേഷമോ അന്നത്തെ ദിവസത്തെ മുഴുവൻ ജോലികളും ഒരു നോട്ട് പുസ്തകത്തിലോ ഡിജിറ്റൽ ആപ്പിലോ എഴുതി തയ്യാറാക്കുക. എഴുതി വെക്കുന്ന ജോലികൾ വളരെ വലുതാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റ് തീർക്കണം എന്നതിന് പകരം അതിനെ ചെറിയ ഘട്ടങ്ങളായി തിരിക്കുക. ഇത് ആ ജോലി ചെയ്യാനുള്ള മടി ഒഴിവാക്കാൻ സഹായിക്കും. ഓരോ ജോലിയും ചെയ്തു തീർക്കുമ്പോൾ അതിനു നേരെ ടിക്ക് മാർക്ക് ഇടുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വലിയൊരു സംതൃപ്തിയും ആത്മവിശ്വാസവും നൽകും. ഈ ചെറിയ സന്തോഷങ്ങൾ നമ്മെ അടുത്ത ജോലിയിലേക്ക് കൂടുതൽ ഊർജത്തോടെ നയിക്കും. ലക്ഷ്യങ്ങളിലേക്ക് ചെറിയ ചുവടുകൾ വെക്കുക. വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യമായ ഒന്നല്ല. വർഷങ്ങളുടെയോ മാസങ്ങളുടെയോ വലിയൊരു സ്വപ്നത്തെ ഓരോ ദിവസത്തെയും ചെറിയ പ്രവർത്തനങ്ങളാക്കി മാറ്റുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. ഒരു വിജയിയുടെ മനസ്സ് ചിന്തിക്കുന്നത് ആ വലിയ ലക്ഷ്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഇന്നത്തെ ദിവസം അതിനായി എന്ത് ചെറിയ ചുവടുവെപ്പ് നടത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ഓരോ ദിവസവും വെറും 1% വീതം മെച്ചപ്പെടുകയാണെങ്കിൽ പോലും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്രയധികം മുന്നിലെത്തിയിട്ടുണ്ടാകും എന്നാലോചിച്ചു നോക്കൂ. അതുകൊണ്ട് വലിയ മല കയറുന്നതിനെക്കുറിച്ച് ഭയപ്പെടാതെ നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത പടിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രഭാതത്തിലെ പ്ലാനിംഗ് സമയത്ത് ഇന്നത്തെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി കണ്ണോടിക്കുന്നത് ആ ദിവസത്തെ മുഴുവൻ നിയന്ത്രണവും നിങ്ങളുടെ കൈകളിൽ തരും. ഒരു വിജയിയുടെ പുലരി എന്നത് ശരീരത്തിന്റെ ഉണർവിനൊപ്പം തന്നെ മനസ്സിന്റെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് പൂർണ്ണമാകുന്നത്. അന്നത്തെ ദിവസം എന്ത് നേടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് കയ്യിലുള്ള ഒരാളെ ആ ദിവസം പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. നാളത്തെ ദിവസം മികച്ചതാക്കാൻ ഇന്നത്തെ പ്രഭാതത്തിൽ തന്നെ അതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ശീലിക്കുക. ആ ചിട്ടയായ ജീവിത രീതി നിങ്ങളുടെ വിജയത്തെ ഉറപ്പുവരുത്തും. അധ്യായം 4: പ്രഭാതശീലങ്ങളുടെ ദീർഘകാല വിജയം. സസ്റ്റൈനിങ് ദ വിന്നേഴ്സ് ഹാബിറ്റ്. ദിനാരംഭത്തിന്റെ മനഃശാസ്ത്രത്തിലൂടെ മനസ്സിനെ സജ്ജമാക്കുകയും ശരീരത്തെയും മനസ്സിനെയും ഉണർത്തുന്ന ശീലങ്ങളിലൂടെ ഉന്മേഷം വീണ്ടെടുക്കുകയും മാസ്റ്റർ ബ്ലൂ പ്രിന്റിലൂടെ ദിവസത്തെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം ഈ ശീലങ്ങൾ എങ്ങനെ ജീവിതകാലം മുഴുവൻ നിലനിർത്താം എന്നതാണ്. ഏതൊരു നല്ല ശീലവും കുറച്ചു ദിവസങ്ങൾ മാത്രം തുടർന്ന് ഉപേക്ഷിക്കുന്നത് കൊണ്ട് വലിയ ഫലങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരു വിജയിയുടെ പ്രഭാതം എന്നത് ഏതാനും ദിവസത്തെ കൗതുകമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന അടിയുറച്ച ഒരു ജീവിതശീലമാണ്. പലരും വലിയ ആവേശത്തോടെ പുതിയ പ്രഭാത ദിനചര്യകൾ ആരംഭിക്കാറുണ്ട്. എന്നാൽ ആദ്യത്തെ 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ ആ ആവേശം മങ്ങുകയും പഴയ ഉറക്കച്ചടവിലേക്കും അലസതയിലേക്കും അവർ വീണ്ടും വഴുതി വീഴുകയും ചെയ്യാറുണ്ട്. ഇവിടെയാണ് സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി എന്ന വാക്കിന്റെ പ്രാധാന്യം. പുതിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ അതിന് കൃത്യമായ അച്ചടക്കവും നിശ്ചയദാർഢ്യവും ആവശ്യമാണ്. പ്രഭാത ദിനചര്യകൾ മുടങ്ങാതെ പിന്തുടരാനുള്ള വഴികൾ. കൺസിസ്റ്റൻസി. പുതിയൊരു ശീലം നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ പാതകളിൽ ആഴത്തിൽ പതിയാൻ കുറഞ്ഞത് കുറച്ചാഴ്ചകളെങ്കിലും എടുക്കും. ഈ മാറ്റത്തിന്റെ പാതയിൽ ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തോന്നിയേക്കാം. എന്നാൽ ആ പ്രയാസങ്ങളെ ഒരു സ്വാഭാവിക പ്രക്രിയയായി കണ്ട് മുന്നോട്ടു പോകണം. ദിനചര്യകളിൽ തുടർച്ച നിലനിർത്താൻ ഏറ്റവും നല്ല വഴി അവയെ വലിയ ഭാരമായി കാണാതെ ജീവിതത്തിന്റെ ആസ്വാദ്യകരമായ ഒരു ഭാഗമായി മാറ്റുക എന്നതാണ്. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ജൈവിക ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് അതിനോട് ഇണങ്ങിക്കൊള്ളും. ചെറിയ രീതിയിൽ തുടങ്ങി ക്രമേണ ആ ശീലങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വഴി. അലസതയെയും മാറ്റിവെക്കാനുള്ള പ്രവണതയെയും പ്രോക്രാസ്റ്റിനേഷനെയും അതിജീവിക്കൽ. നമ്മുടെ വിജയത്തിനു മുന്നിൽ വില്ലനായി നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രുവാണ് പ്രോക്രാസ്റ്റിനേഷൻ അഥവാ കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് മാറ്റിവെക്കാനുള്ള പ്രവണത. ഇന്ന് കുറച്ചു വൈകി എഴുന്നേറ്റാൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ ഈ വ്യായാമം നാളെ മുതൽ ചെയ്തോളാം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. ഈ ചെറിയ അലസതകളാണ് പിന്നീട് വലിയ പരാജയങ്ങളായി മാറുന്നത്. ഈ പ്രവണതയെ അതിജീവിക്കാൻ ഒറ്റമൂലി
അലാം അടിച്ച ഉടൻ തന്നെ യാതൊരു വിധത്തിലുള്ള ചിന്തകളിലും മുഴുകാതെ ചാടി എഴുന്നേൽക്കുക എന്നതാണ്. ആ ആദ്യത്തെ നിമിഷത്തെ തീരുമാനമാണ് ദിവസത്തിന്റെ ബാക്കി ഭാഗങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ചെയ്യുക, ഡു ഇറ്റ് നൗ എന്ന മനോഭാവം വളർത്തിയെടുക്കുമ്പോൾ അലസത നമ്മിൽ നിന്ന് ഓടിമറയും. നമ്മൾ എത്രത്തോളം പ്രയത്നിക്കാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം മികച്ചതായിരിക്കും നമ്മുടെ ഫലം. ചെറിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്ന വലിയ ജീവിത വിജയം. നമ്മുടെ ജീവിതം പെട്ടെന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് മാറി മറയണമെന്നില്ല. എന്നാൽ ദിവസേന വരുത്തുന്ന ആ 1% ചെറിയ മാറ്റങ്ങൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പുലർച്ചെ കൃത്യസമയത്തുണരുക, ശരീരത്തെയും മനസ്സിനെയും ഉണർത്തുക, അന്നത്തെ ദിവസം കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നീ ചെറിയ ശീലങ്ങൾ നമ്മെ കൂടുതൽ അച്ചടക്കമുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമാക്കി മാറ്റുന്നു. ഒരു വിജയിയുടെ പുലരി എന്നത് വെറുമൊരു ശീലമല്ല, അത് സ്വയം നാം കണ്ടെത്തുന്ന പുതിയൊരു വ്യക്തിത്വമാണ്. പ്രഭാതങ്ങളെ വിജയിപ്പിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. നാളെ പുലരുന്ന പുതിയ സൂര്യനെ കൂടുതൽ ആവേശത്തോടും ഉറച്ച ലക്ഷ്യത്തോടും കൂടി വരവേൽക്കുക. ആ പുലരി നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കട്ടെ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.